നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു വാക്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിയാണോ തെറ്റാണോ എന്ന് പറയുവാൻ വേണ്ടിയിട്ട്. ഛാത്രാഹ ദ്വിചക്രികയാ വിദ്യാലയാൻ ഗമനം കുർവന്തി എന്നത്. ഇവിടെ എന്താണ് തെറ്റ് അല്ലെങ്കിൽ ശരിയാണോ എന്നൊന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് വാക്യം എഴുതാൻ പാടില്ല, ഇത് തെറ്റാണ്. അപ്പൊ എങ്ങനെ ശരിയാക്കി എഴുതാം? ഛാത്രാഹ ദ്വിചക്രികയാ വിദ്യാലയസ്യ ഗമനം കുർവന്തി. നമ്മൾ ആദ്യത്തെ വാക്യത്തില്, അതായത് വിദ്യാലയാൻ ഗച്ഛന്തി എന്ന വാക്യത്തില് ഗച്ഛന്തി എന്ന ക്രിയാപദത്തെ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പദച്ഛേദം ചെയ്യുമ്പോൾ അതിന് മുന്നിലുള്ള ദ്വിതീയ വിഭക്തിയിലുള്ള പദം ഷഷ്ടിയായിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ ക്രിയാപദത്തെ വിഭജിക്കുമ്പോൾ അതിന്റെ മുന്നിലുള്ള ദ്വിതീയ വിഭക്തി പദം, അതായത് അത് വിദ്യാലയാൻ എന്നത് ഷഷ്ടിയിലേക്ക് മാറ്റപ്പെടും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ വിദ്യാലയാൻ എന്നത് വിദ്യാലയസ്യ അല്ലെങ്കിൽ വിദ്യാലയാനാം എന്നും പറയാം. അങ്ങനെ ഷഷ്ടി വിഭക്തി രൂപം നമ്മൾ കൊടുക്കേണ്ടതാണ്. അതാണ് നിയമം. ഓക്കെ, അപ്പൊ ഇവിടെ വിദ്യാലയാൻ എന്നത് മാറി വിദ്യാലയസ്യ ഗമനം കുർവന്തി എന്നാക്കി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്യം. അങ്ങനെ ഏതൊരു ക്രിയാപദം കിട്ടുകയാണെങ്കിലും അവിടെ നമ്മൾ വിഭജനം ചെയ്യുമ്പോൾ ദ്വിതീയ വിഭക്തിയിലുള്ള പദം ഷഷ്ടിയിലേക്ക് മാറ്റപ്പെടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, പഠനം കരോതി പഠതിയുടെ വിഭജനാണ്. ലേഖനം കരോതി ലിഖതി എന്ന ക്രിയാപദത്തിന്റെ വിഭജനം. അതേപോലെ ഘാതനം കരോതി ഘാതതി. ഇങ്ങനെ ക്രിയയെ വിഭജിക്കുമ്പോൾ ഏതു വിഭക്തി ഉപയോഗിക്കും? ഷഷ്ടി വിഭക്തി ഉപയോഗിക്കണം. ഓക്കെ, അതാണ് ഈ ഒരു വാക്യത്തിൽ പറ്റിയ തെറ്റ്. ഓക്കെ.